ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെ സമർപ്പിക്കാമെന്നും 26-ന് തെരഞ്ഞെടുപ്പും ജൂൺ 4-ന് വോട്ടെണ്ണലും നടക്കുമെന്നും പത്തനംതിട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയും കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പും വോട്ടെണ്ണൽ ജൂൺ 4-നായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പത്തനംതിട്ട സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ആകെ 1437 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. അതിൽ പത്തനംതിട്ട 1077, കാഞ്ഞിരപ്പള്ളി 181, പൂഞ്ഞാർ 179, അങ്ങനെ 1437 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ അഷ്വർഡ് മിനിമം ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിൽ വോട്ടർ സൗഹൃദ പോളിംഗ് സ്റ്റേഷനായിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അവിടുത്തെ ബേസിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ, അതുപോലെ റാമ്പ്, ബാക്കി അങ്ങനത്തെ ഫെസിലിറ്റീസ്, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും വനിതാ പോളിംഗ് സ്റ്റേഷനുകളും ഉൾപ്പെടെ പത്തനംതിട്ട, കോട്ടയം അസംബ്ലി മണ്ഡലങ്ങളിലായി ആകെ 1437 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. പത്തനംതിട്ടയിൽ 1077, കാഞ്ഞിരപ്പള്ളിയിൽ 181, പൂഞ്ഞാർ 179 എന്നിങ്ങനെയാണ് കണക്കുകൾ. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ 7 അസംബ്ലി മണ്ഡലങ്ങളിലായി ആകെ 14,08,771 വോട്ടർമാരുണ്ട്. ഇതിൽ 6,73,068 പുരുഷന്മാരും 7,35,695 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർമാരുമാണുള്ളത്. വോട്ടർമാർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിനുമേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കും. ഇതിനായി ഫോറം 12D അപേക്ഷ BLOമാർ മുഖേന വിതരണം ചെയ്യും. അപേക്ഷ നൽകുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഓഫീസർമാരുടെ ടീം വീട്ടിലെത്തും. ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാക്ഷം മൊബൈൽ ആപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും നോമിനേഷന്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ്ങും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് സുവിധ എന്നുള്ള പോർട്ടൽ വഴിയാണ് നോമിനേഷൻസ് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ട്രെയിനിങ്ങും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം കൂടുതൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ളൊരു പ്രചരണമാണ് നടത്തേണ്ടതെന്നുള്ള നിർദ്ദേശവും നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് അതാത് വകുപ്പുകളിലെ നോഡൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഫോറം 12 അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകണം. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ചെലവ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പരാതികളും ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ മുഖേന CVGIL ആപ്പിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാം. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുന്നതിനുമായി ജില്ലയിൽ ആകെ 15 ഫ്ലൈയിംഗ് സ്ക്വാഡ്, 15 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, 5 വീഡിയോ സർവൈലൻസ് ടീം, 5 ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ബാനർ, പോസ്റ്റർ എന്നിവ പതിക്കരുത്. ഇതിനകം പതിപ്പിച്ചവ ഉടൻ നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡ് അത് നീക്കം ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.